നമസ്കാരം സാർ. നമസ്കാരം. വാമനൻ വില്ലനാണോ നായകനാണോ? അത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. അത് ചോദിക്കുന്ന കാരണം കള്ള വാമന നിന്നെ പിന്നെ കണ്ടോളാം എന്ന് DYFIക്കാർ മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അവതാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് സ്വാഭാവികമായിട്ടും രാക്ഷസ നിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരാറുള്ളത്. ആരാണ് രാക്ഷസനെന്നറിയാമോ? ഇല്ല. സ്വന്തം ശക്തിയിൽ അഭിരമിച്ച് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് കരുതുന്ന ഗർവിഷ്ഠനാണ്. അത് ഏത് സമുദായത്തിന് വേണ്ടിയിലാവാം. ഇന്ന സമുദായം എല്ലാം. അതുകൊണ്ടാണ് രാവണൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നത് അല്ലേ? ചെറു ബ്രാഹ്മണനല്ല, അഗ്നിഹോത്രിയാണ്. ഏത് അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും ബ്രഹ്മകുലമാണ്. അണ്ട് ചെറിയ കക്ഷിയൊന്നുമല്ല രാവണൻ. ഈ വാമനൻ അവതാരമായിട്ട് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മഹാബലിയെക്കുറിച്ച് കേൾക്കുന്ന നമ്മുടെ പാട്ടുകളുണ്ടല്ലോ, അതിലാണ് മഹാബലി ജനകീയമായി തീർന്നത്. അല്ലാതെ ആളുകൾ മഹാബലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പുളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഇനി എൻ്റെ ചോദ്യം, ഈ മനുഷ്യർ, നമ്മളെപ്പോലുള്ള മനുഷ്യർ അടങ്ങുന്നൊരു സമൂഹം എന്നെങ്കിലും ഇങ്ങനെ ആയിരുന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ രണ്ട് സാഹചര്യങ്ങളിൽ മനുഷ്യരിങ്ങനെ ആകാം. എന്താണ്? ഒന്ന്, എല്ലാ മനുഷ്യരും ഈശ്വര തുല്യരായി മാറുന്നൊരവസ്ഥയിൽ മനുഷ്യരാരും കളവും വഞ്ചനയും ചതിയും ഒന്നും ഇല്ലാതെ കഴിയും. നമ്മുടെ ഈ സത്യയുഗത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു സങ്കല്പം ഇന്ത്യയിലുണ്ട്. രണ്ട്, ഒരു ഏകാധിപതി കർശനക്കാരനായ ഏകാധിപതി ജീവിച്ചിരിക്കുകയാണെങ്കിൽ മനുഷ്യരെല്ലാവരും ഒരുപോലെ വരും. ഇത് ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളത് 1975 ഉണ്ടായ അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥയെ എതിർക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാസൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. കാരണം അന്ന് മൊത്തം ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരാൾ സംസാരിച്ച കാലമാണ്. ഇന്ദിരാഗാന്ധി നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ കൃത്യസമയത്തെത്തി. എല്ലാ വിദ്യാലയങ്ങളിലും കൃത്യമായി ക്ലാസ് നടന്ന്. ഒരു വിദ്യാലയത്തിൽ പോലും സമരത്തിൻ്റെ പേരിൽ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. സമരം ചെയ്തിരുന്ന അധ്യാപകർ സമരം ചെയ്യാതെ ക്ലാസ്സിൽ കയറി. ഉദ്യോഗസ്ഥരെല്ലാം 10 മണിക്ക് മുൻപായി ഓഫീസിലെത്തുകയും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. തീവണ്ടി കൃത്യമായി സമയനിഷ്ഠ പാലിച്ച്. KSRTC ബസ്സിലെ ജീവനക്കാർ ആദ്യമായി മനുഷ്യരോട് മാന്യമായി പെരുമാറി. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതാണ്. പ്രശ്നം ഏകാധിപത്യം തന്നെയായിരുന്നു. ഒരൊറ്റ ഏകാധിപത്യം തോന്നുന്നു. ഏകാധിപത്യം കൊള്ളാമല്ലോ. മലയാളി ഏകാധിപത്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു. കാരണം അത്ര കനത്ത അരാജകത്വമായിരുന്നു ജനാധിപത്യത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സന്ദർഭത്തിലേക്ക് വരാം. ആ സന്ദർഭത്തിലേക്ക് നോക്കുന്ന സമയത്ത് മഹാബലി ആരായിരുന്നു? മഹാബലിയുടെ കാലത്ത് മനുഷ്യരെല്ലാവരും ഈശ്വര തുല്യരായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ഏകാധിപതിയായിരുന്നു. ആ ഏകാധിപതിയുടെ ഇതായതുകൊണ്ടാണ് ആര് ചോദിക്കുമ്പോഴും എന്തും എടുത്തു കൊടുക്കുന്നത്. ആര് ചോദിക്കുമ്പോഴും എന്തും എടുത്തു കൊടുക്കാൻ ഒരു രാജാവിനും അധികാരമില്ല. അതെന്താ കാര്യം വെച്ചാൽ, ഈ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് രാജാവിൻ്റേതല്ല, രാജ്യത്തിൻ്റേതാണ്. രാജാവിന് നിസ്വനാണ്, രാജാവിൻ്റെ ഒന്നുമില്ല. ഒരു പദവിയിലിരുന്നതൊക്കെ ചെയ്യുന്ന ഒരാൾ മാത്രമാണ് രാജാവ്. നമ്മുടെ രാജ്യസങ്കല്പം അനുസരിച്ച്, രാജാവിൻ്റെ സങ്കല്പം അനുസരിച്ച് രാജാവ് നിസ്വനാണ്. രാജാവിൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടാകില്ല. സമ്പത്ത് മുഴുവൻ രാജ്യത്തിൻ്റേതാണ്.
ആ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനുഷ്യരുടെ സമ്പത്ത് മാത്രമല്ല, മൊത്തം ആ കോണ്ടക്സ്റ്റിൻ്റെ സമ്പത്താണ്. പക്ഷിമൃഗാദികളും സസ്യലതാദികളും വൃക്ഷലതാദികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹമുണ്ടല്ലോ, ആ വലിയ സമൂഹത്തിൻ്റെ സമ്പത്താണത്. ആ സമ്പത്ത് എടുത്തിട്ട് ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഒരു രാജാവിനുമില്ല. രാജാവ് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് രാജാവ് കൊടുക്കുമ്പോഴും പാത്രം അറിഞ്ഞേ കൊടുക്കാൻ പാടുള്ളൂ. രാജാവിന് സമ്പത്ത് ദാനം ചെയ്യാനായിട്ട് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് സമ്പത്ത് ദാനം ചെയ്യാൻ രാജാവിന് അധികാരമുണ്ട്. അതും ഒരു നിയമം അനുസരിക്കുന്ന കൊടുക്കലാണ്. നിയമം അനുസരിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഒരാൾ വന്നിട്ട് തനിക്ക് 3 അടി മണ്ണ് വേണം എന്ന് പറയുമ്പോൾ ഈ ഭൂമി, അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. രാജാവിൻ്റെ ഭൂമിയല്ല അത്, ജനങ്ങളുടെ ഭൂമിയാണ്. ജനങ്ങളുടെ രാജ്യം വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ആ 3 അടി മണ്ണ് വേറൊരു രാജ്യം ഉണ്ടാക്കാനാണ് കൊടുക്കുന്നത്. 3 അടിയുടെ രാജ്യമാണോ 300 അടിയുടെ രാജ്യമാണോ 300 കിലോമീറ്ററിൻ്റെ രാജ്യമാണെന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. ജനങ്ങളുടെ രാജ്യത്ത് രാജാവ് സ്വന്തം ഇഷ്ടം അനുസരിച്ചിട്ട് വേറൊരാൾക്ക് 3 അടി കൊടുക്കാമെന്ന് സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം ശക്തിയിൽ അതിൽ ഗർവിഷ്ഠനായിരുന്നു കൊണ്ട് ഞാനാണ് രാജ്യം, എൻ്റെ ഇഷ്ടമാണ് ഈ രാജ്യത്തെ നിയമം എന്ന് കരുതുന്നവൻ്റെ പേരാണ് രാക്ഷസൻ. അപ്പോൾ മഹാബലി രാക്ഷസനാണ്, അസുരനാണ്, അസുര ചക്രവർത്തിയാണ്. അസുര ചക്രവർത്തിയാണ്, ചക്രവർത്തിയാണ്, പക്ഷെ ഇതാണ് അസുരൻ്റെ ലക്ഷണം. രാവണൻ ഒരു വേറൊരു ഉദാഹരണമാണ്, ബാലി വേറൊരു ഉദാഹരണമാണ്, കാർത്തവീര്യൻ, ഇങ്ങനെ എത്രയോ പേരുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആർത്ഥത്തിലെ ആസുരമായ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. എന്തിനാണ് നമ്മളതിനകത്ത് പറയാൻ പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ആസുരഭാവം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ നിയമം മാറ്റാൻ തീരുമാനിക്കൂ, അല്ലെങ്കിൽ തീരുമാനിക്കില്ല. എനിക്ക് വേണ്ടി ഞാനാണ് രാജ്യം, എൻ്റെ ഇഷ്ടമാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് അത് പറഞ്ഞല്ലോ, ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര. ബറുവ DK ദേവകാന്ത് ബറുവ എന്ന് പറയുന്ന അക്കാലത്തെ AICC പ്രസിഡന്റ് പറഞ്ഞതാണ്, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ. ഞാനാണ് രാജ്യം. അത് പറയിപ്പിച്ചു. അത് അവരുടെ വിനയം കൊണ്ട് അവർ വേറൊരാളെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, മഹാബലി അല്ല, വാമനനാണ് നായകൻ. വാമനൻ നായകനും മഹാബലി വില്ലനും തന്നെയാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തത് കനത്ത ഏകാധിപതിയാണ്. എനിക്ക് മുൻപ് ഇത് കണ്ടെത്തിയ ആളുടെ പേരാരാണെന്ന് വെച്ചാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ ഈ ഏകാധിപത്യം, അങ്ങ് എത്ര മഹത്താണെങ്കിലും ശരിയാണ്, ആ ഏകാധിപത്യം ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ എന്നും ഒരു സൗവർണ പ്രതിപക്ഷം. അങ്ങയുടെ ഈ ഏകാധിപത്യം, ഓണപ്പാട്ടുകാരിലാണെന്നാണ് തോന്നുന്നത്, അങ്ങയുടെ ഈ ഏകാധിപത്യം പറ്റില്ല എന്ന് പറയുന്നത് വൈലോപ്പിള്ളിയാണ്. കാരണം ഏകാധിപത്യം നടപ്പിലാകുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നടപ്പിലാകുന്നത്. ഒരാൾ സംസാരിക്കുകയാണ്. പക്ഷേ വാമനല്ലല്ലോ, മഹാബലിയാണല്ലോ പോപ്പുലറായത്. പോപ്പുലറാകുന്നു. ഇപ്പോൾ രാവണൻ പോപ്പുലറല്ലേ? പക്ഷേ ആരാധിക്കപ്പെടുന്നതും മഹാബലിയാണ്. വാമനെ ആരും പ്രതീക്ഷിക്കുന്നു പോലുമില്ല. വാമന ക്ഷേത്രങ്ങളുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ ആ മഹാബലി തിരിച്ച് സന്ദർശന വിസയിൽ വരുന്ന ഒരാളാണ്, ടൂറിസ്റ്റാണ്. ടൂറിസത്തിൽ വരുന്ന ആരായിരുന്നാലും അയാളെ ബഹുമാനിച്ചു വിടും എന്നല്ലാണ്ട് വേറൊന്നുമില്ല അതിനകത്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഈ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മഹാബലിയെ മോഡലാക്കിയിട്ടൊരു രാജ്യഭരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് വാമനൻ, മഹാബലി എന്ന് പറയുന്ന ഒരു ആസുര ശക്തിയെ ഇല്ലായ്മ ചെയ്ത വാമനനെ എന്തുകൊണ്ടാണ് സാർവജനീനമായി ആരാധിക്കാത്തത്? വാമന ക്ഷേത്രങ്ങളുണ്ട്, എല്ലായിടത്തും വരണമെന്നില്ലെന്ന്. ഒന്നാമത് ഈ ഒരു മിത്ത് കേരളത്തിൽ മാത്രമേ, കേരളത്തിൽ പോലും എല്ലായിടത്തും ഇല്ല. അല്ല, കുറച്ച് സ്ഥലത്തേ ഉള്ളൂ.
ഇപ്പോൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യമുണ്ട്, ഈ ശ്രീരാമക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഉണ്ടോ? ഇല്ലല്ലോ. കേരളത്തിൽ പോപ്പുലർ ശ്രീരാമക്ഷേത്രങ്ങളല്ല. കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം, പിന്നെ മുരുകൻ്റെ ക്ഷേത്രം, പിന്നെ മുരുകൻ്റെ ക്ഷേത്രം, ദേവീക്ഷേത്രങ്ങൾ, കൃഷ്ണക്ഷേത്രങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഓരോ ജനതയുടെ ടേസ്റ്റ് അനുസരിച്ചും കൂടി ഇരിക്കും. അത് ഈ 30 മുക്കോടി ഉള്ളത് കാരണം ആരെ വേണമെങ്കിലും എടുക്കാമല്ലോ ഒന്നും. ക്ഷാമമില്ലല്ലോ, ക്ഷാമമില്ല. പിന്നെ അതല്ല, തൃശ്ശൂരിൻ്റെ കുറേ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആ കുറേ ഭാഗം പ്രദേശം മുഴുവൻ ഭരിക്കുന്നത് കുട്ടിച്ചാത്തനാണ്. കാനാടി കുട്ടിച്ചാത്തൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പ്രദേശം, ആ തൃപ്രയാറങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചാത്തൻ, ഒറിജിനൽ ചാത്തൻ, റിയൽ ചാത്തൻ, ഇങ്ങനെയൊക്കെ ബോർഡ് വെച്ചേക്കാം. കാനാടി മഠം ഒറിജിനൽ, മഠം ഒറിജിനൽ, അതിൽ നിന്ന് പോയ മറ്റേ ചാത്തനല്ല, ഈ ചാത്തനാണ് ശരിയെന്ന് പറയുന്ന രീതിയിലുള്ള പരസ്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അവർ ആ കുറച്ച് സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാത്തനാണ് അവിടുത്തെ വലിയ പവർഫുൾ ആയിട്ടുള്ള നേതാവ്. ചാത്തനാണ് അവിടെയൊക്കെ നിശ്ചയിക്കുന്നത്. അത് ഹിന്ദുമതത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഹിന്ദുമതത്തിൽ ഇന്ന ആളെന്നില്ലല്ലോ. ഏത് ആരെയും മണൽത്തരി തുടങ്ങി ഇങ്ങോട്ടും എല്ലാം ആണല്ലോ, തൂണിലും തുരുമ്പിലും ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, ഒരു ശിലാരൂപത്തിലല്ലേ നമ്മൾ നോക്കി. ചവിട്ടി നിൽക്കുന്നതും ശിലാരൂപമാണ്, തൊടുന്നതും ശിലാരൂപമാണ്. അവിടെ ശിലയല്ലല്ലോ നമ്മൾ. നമുക്ക് ശിലയിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ശിലയിൽ കാണാണ്. പ്രപഞ്ചത്തെ മുഴുവനും ശിലയിൽ കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ഭക്തിയുടെ പാരമ്യം എന്ന് പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തെ ശിലയിൽ കാണുന്നൊരു സംസ്കാരം, ആ സംസ്കാരമാണ്. അപ്പം തൊഴുന്നത് പ്രപഞ്ചത്തെയാണ് ആ ശിലയെ തൊഴുകുമ്പോൾ. മാത്രവുമല്ല, ശിലയായ ഒരു ശിലയ്ക്ക് പോലും, ഒരു പാറക്കഷ്ണത്തിന് പോലും മോക്ഷം കിട്ടും എന്ന് വിശ്വസിക്കുന്നൊരു മഹാസംസ്കാരം ഉണ്ടല്ലോ. ആ സംസ്കാരത്തിൻ്റെയൊക്കെ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് മഹാബലിയെ എന്ന് പറഞ്ഞാൽ മഹാബലി ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഏത് ഏകാധിപതിയും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളണം, പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടും. ഏത് ഏകാധിപത്യം ഒരു കാരണവശാലും ഒരു രംഗത്തും ജയിക്കുന്നില്ല, നിലനിൽക്കുന്നില്ല. ഏതായാലും ഈ തിരുവോണ ദിവസം എല്ലാവരും ഓണ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് സാർ പറഞ്ഞത്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ.